ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിവാദത്തിന്റെ തുടക്കം മുതൽ ഇപ്പോൾ ആ വിവാദം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ പറ്റിയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലുടനീളം ഒരു സ്ത്രീ നിയമ പോരാട്ടത്തിന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. യാദൃശികമായി അല്ലെങ്കിൽ അബദ്ധത്തിൽ ജാനകി എന്ന നായികയ്ക്ക് പേരിട്ടു പോയി. അതാണ് ഇതിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ജാനകി എന്ന സ്ത്രീ, ആ സ്ത്രീ അനുഭവിക്കുന്ന വേദനകളും ആ സ്ത്രീയുടെ നിയമ പോരാട്ടവും ആണ് ഈ കഥ. ആ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് നാളെ ചിലപ്പോൾ ഒരു സമൂഹത്തിന് പ്രസക്തമായ ഒരു സന്ദേശമായിരിക്കും കൈമാറാൻ പോകുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇനി നമുക്ക് CBSEയുടെ വിവാദ തീരുമാനങ്ങൾ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ സിനിമയിൽ 96 ഭാഗങ്ങൾ സെൻസർ ചെയ്യപ്പെടണം. ആഹാഹാഹ, എന്തൊരു വിചിത്രം. അടുത്തത്, ജാനകി എന്ന പേര് നീക്കം ചെയ്യണം. അത് ധാർമ്മികമായ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു. ഈ ജാനകി എന്ന് പറയുന്നത് രാമായണത്തിലെ രാമന്റെ ഭാര്യയായ സീതാദേവിയുടെ പേരാണ്. രാമായണം വായിച്ചവർക്ക് മനസ്സിലാകും സീത അനുഭവിച്ച വേദന. രാമായണം വായിച്ചവർക്ക് മനസ്സിലാകും രാമായണത്തില് സീത അനുഭവിച്ച വേദന എന്താണെന്ന്. ദുഃഖഭാരവും അപമാനഭാരവും താങ്ങാതെ ഭൂമി പിളർന്ന് താഴേക്ക് പോയ സീതാദേവി ഇതിൽ കൂടുതൽ വേദനയൊന്നും അനുഭവിക്കാനില്ല. അതുകൊണ്ട് ഇത് ധാർമ്മികമായ വിശ്വാസത്തിന്റെ പേരായതാൽ വിശ്വാസത്തിനെ വ്രണപ്പെടുത്തും എന്നുള്ള വാക്ക് അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതിനെതിരെ സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാക്കൾ, നടന്മാർ എന്നിവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈക്കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ വാദം എന്താണെന്ന് കേട്ടിട്ട് വരാം. ജസ്റ്റിസ് SN നാഗരേഷ് അധ്യക്ഷനായ ബെഞ്ച് ഈ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് CBSE ചോദ്യം ചെയ്തു. വെറും ഒരു കോമൺ പേരായ ജാനകി എന്തുകൊണ്ടാണ് ഒരു സിനിമയിൽ വന്നപ്പോൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതെന്ന് പറയുന്നത്? വാദം പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ CBSE അടുത്ത നിലപാട്. 2 ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഒന്ന്, പേര് മ്യൂട്ട് ചെയ്യാം. മറ്റേത്, ഒരു ടൈറ്റിൽ ഭാഗം മ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ വിവാദത്തേക്ക് വ്രണപ്പെടുത്തുന്നതൊക്കെ മാറിയോ? അങ്ങനെ CBSEയുടെ തീരുമാനം കോടതിയിൽ രേഖപ്പെടുത്തി. ഇനി സിനിമ റിലീസ് ചെയ്യുന്നതിനായി നിയമപരമായി യാതൊരു തടസ്സവുമില്ല. ഇനി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ഒരു സിനിമ, അതിലൊരു നായികയുടെ പേര് എങ്ങനെയാണ് വ്രണപ്പെടുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സിനിമ ആസ്വാദകർ എന്ന നിലയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും സിനിമ ഒരു മതത്തെയോ ഒരു ജാതിയെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി തീരുമാനമെടുക്കേണ്ട കാര്യമില്ല എന്നത് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.